പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. കേരളത്തിൽ ആദ്യമായി ഒരു കുംഭമേള നടക്കാൻ പോവുകയാണ്. അത് തിരുനാവായിലാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തിരുനാവായിൽ കുംഭമേള റോഡ് ഭയങ്കര നാരോ റോഡാണ്. അപ്പോൾ ട്രാഫിക് പ്രശ്നമാണ്. അത് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് തിരുനാവായിൽ കുംഭമേള കാണാൻ പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇപ്പം ഞാൻ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആലുവയിൽ പോകും. ആലുവയിൽ എൻ്റെ സുഹൃത്ത് അജയുണ്ട്. അജയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോവുകയാണ്. പരപ്പനങ്ങാടിയിൽ രാത്രി പരപ്പനങ്ങാടി ഇപ്പോൾ 3 മണി കഴിഞ്ഞു. 3:30 മണിയായി. 4.5 മണിക്കൂറാണ് ട്രാവൽ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും രാത്രിയോടെ പരപ്പനങ്ങാടി എത്തി. രാത്രി അവിടെ സ്റ്റേ ചെയ്ത് പ്രകാശനെയും കൂട്ടി, പ്രകാശനും മറ്റ് സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും കൂടി കൂടിയിട്ട് തിരുനാവായിൽ പോയിട്ട് മഹാമാഘ മഹോത്സവം കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പ് ഇതേപോലെ പരപ്പനങ്ങാടിയിൽ നിന്നാണ് നമ്മുടെ കുടജാദ്രി യാത്രയും ആരംഭിച്ചത്. ആ യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുടജാദ്രിയിൽ നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വന്നു. എന്തായാലും നാളെ രാവിലെ തിരുനാവ മണപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം യാത്ര ഈ നാരോ റോഡിലൂടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അവിടെ ബ്ലോക്കായി റിവേഴ്സ് ചെയ്യണം. വലിയ വണ്ടികളൊക്കെ റോട്ടിലൂടെ വന്നാൽ, ഇടുങ്ങിയ റോഡുകളിലൂടെ വലിയ വണ്ടികൾ വന്നാലുള്ള പ്രശ്നമാണ്. അത് കടന്നു കിട്ടി. അപ്പോൾ നമ്മൾ ഈ മാഘ മഹോത്സവം എന്ന് പറയുന്ന കുംഭമേള 250 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ കുംഭമേള പുനരാരംഭിക്കുന്നത്. നമ്മളിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. നല്ല ട്രാഫിക് ഉണ്ട്. $250 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ ഇടപെട്ട് നിർത്തിയതാണ് തിരുനാവ മണൽപ്പുറത്തുണ്ടായിരുന്ന ഈ മാമാങ്കം അല്ലെങ്കിൽ മാഘ മഹോത്സവം, മഹാമാഘ മഹോത്സവം. ഒരു ഗ്യാപ്പ് കിട്ടി. അതിൽ കൂടി നല്ല ഉള്ളിലേക്ക് കയറി ട്രാഫിക്കിലേക്ക് ഇറങ്ങി. നമ്മളെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സൈഡിൽ കാണുന്നത്. നമ്മളെ പുതിയ ലൈൻ, പർപ്പിൾ ലൈനോ പിങ്ക് ലൈനോ, കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ലൈനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നാളെ തിരുനാവ മണപ്പുറത്ത് വെച്ചിട്ട് കാണാം. ഇതൊരു കർട്ടൻ റൈസർ വീഡിയോ ആണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും മറ്റു വീഡിയോകളും ഉണ്ടാവും. ദയവായി മുഴുവൻ വീഡിയോകളും കാണാൻ
അങ്ങനെ ഞങ്ങൾ തിരുനാവായിലെത്തി. ഇപ്പോൾ ഉച്ച സമയമായി. ഇവിടെ അമൃത ഹോസ്പിറ്റലിൻ്റെ ഒരു ചെറിയൊരു ചികിത്സാ കേന്ദ്രം കാണാം. ആംബുലൻസുകളുണ്ട്, സേവാഭാരതിയുടെ ആംബുലൻസുകൾ കാണാം. അപ്പോൾ ഒരു അത്യാവശ്യ ചികിത്സയ്ക്കൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അമൃത ഹോസ്പിറ്റലിലൂടെ. ഇത് അമ്പലത്തിൻ്റെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുന്ന വഴിയാണ്. ഈ വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തും. ഇന്നിപ്പോൾ ഈ കുംഭമേള തുടങ്ങിയ 2ാമത്തെ ദിവസമാണ്. ഇന്നലെയായിരുന്നു ഇതിൻ്റെ തുടക്കം. പക്ഷേ നമ്മുടെ ആ പ്രധാന തിരുമലയിൽ നിന്ന് പുറപ്പെടുന്ന രഥം ഇവിടെ എത്തിയിട്ടില്ല. അത് നാളെ എത്തുള്ളൂ. അപ്പോൾ ഇവിടെ അതുപോലെ അക്കരയ്ക്കുള്ള പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ടെക്നിക്കൽ തടസ്സം പറഞ്ഞിട്ട് അതിന് അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ നാളത്തോടെ പാലത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് തോന്നുന്നു. പാലത്തിൻ്റെ അക്കരെ കാണുന്ന ഇടത്താണ് ആരതി നടക്കുന്നത്. ഭാരതത്തിൽ അനേകം നദികളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭാരതപ്പുഴ കേരളത്തിലായത്? അല്ലെങ്കിൽ നിളാനദിക്ക് എങ്ങനെയാണ് ഭാരതപ്പുഴ എന്ന പേര് വന്നത് എന്നെപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? മാഘമാസത്തിലെ 28 ദിവസം ഗംഗ മുതൽ എല്ലാ പുണ്യനദികളുടെയും സാന്നിധ്യം നിളയിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഭാരതപ്പുഴ എന്ന് നിളയ്ക്കൊരു പേര്. ഈ ദിവസങ്ങളിൽ നിളയിൽ സ്നാനം ചെയ്താൽ ഈ പുണ്യനദികളിൽ സ്നാനം ചെയ്ത ഫലം കിട്ടുമെന്നും മാഘമാസത്തിലെ ഈ ദിവസങ്ങളിൽ നിളയിൽ പിതൃബലിയിട്ടാൽ പുണ്യതീർത്ഥങ്ങളിൽ ബലിതർപ്പണം ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് പരമ്പരാഗത വിശ്വാസം. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ 27 ദിവസത്തെയും ഉത്സവം സാധാരണ നിലയിൽ നടത്തിപ്പോരുന്നു. 28ാം ദിവസം, അതായത് സമാപന ദിവസം, ഇതൊരു മഹോത്സവമായി നടത്തുന്നു. മകം നക്ഷത്രത്തിന് ഏറ്റവും പ്രാധാന്യം വന്നത് അങ്ങനെയാണ്. മഹാമകം, മാഘമകം എന്നിങ്ങനെയാണ് പ്രസ്തുത പദങ്ങൾ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രാവിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉച്ച സമയമായി എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒന്നുമില്ല, ചടങ്ങുകളൊന്നുമില്ല ഈ സമയത്ത്. അപ്പോൾ എല്ലാവരും ഇരിക്കുകയാണ്.